അപ്പേ ഇന്ന് നമ്മൾ കൊടുക്കാൻ പോണെന്ന് അറിയോ? ഇന്നൊരു വെറൈറ്റി സംഭവമാണ്. ഇന്ന് നമ്മളെ മൂന്നിയൂർ ആലിൻ്റെ ഹംസാക്ക എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതായത് എല്ലാ ഐറ്റം വാഹനങ്ങളും സ്വന്തം കൈകൊണ്ട് നിർമ്മിക്കുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അയാളെ വീടാണ് ഈ കാണുന്നത്. ഹലോ, അസ്സലാം വലൈക്കും. എന്തൊക്കെയാണ് ഹംസാക്ക? നിങ്ങളടുത്ത് ഒരുപാട് വാഹനങ്ങള് കളക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് കാണാച്ചിട്ട് വന്നാണ് ഞങ്ങള്. കേട്ടാ, ഞങ്ങൾക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ? അപ്പൊ നമ്മളൊന്ന് കണ്ടാള് സാധനങ്ങളൊക്കെ നമ്മളെ പ്രേക്ഷകരും ഒന്ന് കാണട്ടെ. അപ്പൊ ഓക്കെ. നിങ്ങളെ വാഹനത്തിന്റെ സംഭവങ്ങള് ഇതൊക്കെയാണല്ലേ? മാഷാ അല്ലാ, നല്ല വെറൈറ്റി ഐറ്റംസുകളാണ്. ഇത് ടാങ്കർ ലോറി അല്ലേ? ടാങ്കർ ലോറി, ടാറ്റന്റെ ബെൻസ്. ഓ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ വേറെ ഏതൊക്കെ ഐറ്റംസ് ഉള്ളത്? ഇന്നത് അവിടെ ഇത് പഴയ മോഡലാണ്. ഹൈ സ്പീഡ്. മാഷാ അല്ലാ, അത് ശരി. ഓ, ഹൈ സ്പീഡ്. എന്താ മോഡല്! എല്ലാവിധ സംഗതികളും റെഡി ആയിട്ട്. അടുത്തത് ഏതാണ്? അടുത്തത് ലൈലൻഡ് ലോറി. ലൈലൻഡ് ലോറി നാഷണൽ പെർമിറ്റ്, പണ്ട് ആദ്യത്തെ. പഴയ കാലത്തെ. ഓ, അത് ശരി. ഓ, ജഗപോക. മനസ്സിലായില്ലേ? ഇതൊക്കെ ഏകദേശം ഇപ്പൊ എന്ത് വില വരും? ഒരു സുമാർ ഇപ്പൊ ഒരാൾ ഇത് വാങ്ങാന്നുണ്ടെങ്കിൽ ഇതിനിപ്പോ 3500 അത്രയൊക്കെ വരും അല്ലേ? എന്നാലും 3500 ഇപ്പല്ല ഇത് കാണുമ്പോ. ഇപ്പൊ 3500 കിട്ടൂല, ഒന്നും കിട്ടൂല. ഇതൊരു പാണ്ടി ലോറി മരത്തെ അല്ലേ? അശോകലയിലെ ലോറി. വണ്ടി. അത് ശരി. ഇതൊക്കെ ഇപ്പൊ ഏകദേശം 3,500-4,000 റുപ്യയുടെ അടുത്ത് വരും. പണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 10,000 റുപ്യ വരും. ഇതിന് ആ ലെവലിലാണ് ഇപ്പൊ ഇതിന്റെ മോഡൽ. മാഷാ അല്ലാ, ഇതൊക്കെ സാപ്റ്റിക്കേ ഇതൊരു 10 കിലോ ഉണ്ടല്ലോ. ഇതൊരു 10 കിലോ ഉണ്ട്. ഇത് തുടച്ചു നന്നാക്കാൻ വേണ്ടി നിൽക്കുക. അപ്പൊ കഴിഞ്ഞ് കിട്ടി. ഞാൻ രാവിലെ തുടങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ഓരോ സംഭവം. ഡോറും കാര്യമൊക്കെ ഉണ്ട് ഇതിന്. എല്ലാ സംഗതി ഉണ്ട്. ഇത് നല്ല വെയിറ്റും ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. അത് ശരി. ഇതാണ് വേറെ ഏതാ കളക്ഷൻ ഉള്ളത് നിങ്ങളുടെ അടുത്ത്? പിന്നെ നമ്മള് ഈ കണ്ടെയ്നർ ഇങ്ങനത്തെ ജീപ്പ്. ഓ, ഇത് പഴയ കാലത്തെ മുതലാണ്. ഒരു സംഭവമാണ് കേട്ടോ. ബസീറ, ഇത് കണ്ടില്ലേ? നല്ല രസമുണ്ട് ഇതൊക്കെ കാണാന്. ഇതിനൊക്കെ അത്ര വലിയ സംഖ്യ വരൂലേക്കാരം അല്ലേ? ഇങ്ങനെ പോലെ ഇതിനൊരു 1500 അത്രയൊക്കെ വരുള്ളൂ. ഇത് കണ്ടെയ്നർ. കണ്ടെയ്നർ ഇതിങ്ങനെ ആണ്ട് തിരിയണം, കണ്ട് തിരിയണൊക്കെ ഉണ്ട്. എല്ലാവിധ സെറ്റപ്പിലാണ്. ഒരു പണിയിൽ പ്രശ്നമില്ല. ഒക്കെ കഴിച്ചെടുക്കാം. ഇതൊക്കെ വേറെ വേറെ എടുക്കാൻ പറ്റും. അയച്ചെടുത്തു തരാം. അങ്ങനെ പല ഇതിന്റെ ഒക്കെ ആവശ്യക്കാർക്ക് പറ്റിയ എല്ലാ മോഡലും ഇയാൾ ഇവിടെ നിർമ്മിക്കും. ഇനിയിപ്പോ ഇതല്ല ഒരാള് വന്നുകാണ്ട് ഓൽക്ക് ഇപ്പൊ ഇന്ന മോഡൽ തന്നെ മാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അല്ലേ? ആ മോഡൽ എന്നാല് ഇത് നമ്മള് പഴയ മറ്റേ ആ ലോറി, പണ്ടത്തെ മരം കയറ്റി പോയില്ലേ? മരംവണ്ടി, കല്ലുവണ്ടി, കല്ലണ്ടി. SC 1210. അയ്യോ, അതുണ്ട്. വേറെ ഏതൊക്കെ? 1210 ഡി ആട്ടോ. അല്ല, ഇതെന്താ ഉദ്ദുസമാന്റെ ബസ്സോ? മൂപ്പര് ഈ ഉദ്ദുസമാ ബസ്സിലാണ് കേട്ടോ. മൂപ്പര് ഡ്രൈവറായിട്ട് പോണേ. വണ്ടിന്റെ വിരാന്ത് മാത്രല്ല, മൂപ്പര് ഇതിലെ ഡ്രൈവറും കൂടിയാണ്. അപ്പൊ മൂപ്പര് പോണ വണ്ടിനെ മൂപ്പരൊന്ന് വടച്ചിട്ടാക്കിയതാണ്. അതിന്റെ മോഡലാണിത്. മനസ്സിലായില്ലേ? അപ്പൊ സംഭവം പൊളിച്ചിക്കണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഏത് തരം വണ്ടിയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാ, ഇദ്ദേഹത്തെ സമീപിക്കാം. അപ്പൊ ഇങ്ങനത്തെ വണ്ടികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മോഡലും ആണെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ ഇദ്ദേഹം നിർമ്മിച്ചു കൊടുക്കും. അപ്പൊ അതിനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറുമായി കോൺടാക്ട് ചെയ്യാം. ഇദ്ദേഹത്തെ ബന്ധപ്പെടുക. ഇതുപോലത്തെ ഒരുപാട് കളക്ഷനുകൾ ഇനിയും പോർസുണ്ട്. ഫുള്ളായിട്ട് കൊടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മള് കേട്ടാ. അപ്പൊ അതുകൊണ്ട് ഏത് ഐറ്റംസും ആണെങ്കിലും മൂപ്പരെ സമീപിക്കുക. ഹംസാക്ക, മൂന്നിയൂര്. മൂപ്പരിപ്പോ കുത്തുബുസമാന്റെ ഡ്രൈവറാണ് കേട്ടാ. അപ്പൊ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആലിന്റെ മൂന്നിയൂര്. അതന്നെ നമ്മൾ ഹൈലൈറ്റ് മാളിൽ നിൽക്കുന്നതിന്റെ കുറച്ച് പുറത്ത്. അപ്പൊ ഓക്കെ.
ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ പറഞ്ഞ മാതിരി ഇതാണ് നമ്മളെ അംസാക്കാൻ്റെ കളക്ഷനുകൾ. മൂപ്പര് പാർട്ട് ടൈം സമയങ്ങളിൽ വീട്ടിലിരുന്ന് അങ്ങനെ നിർമ്മിക്കുന്ന ചില വാഹനങ്ങളാണ്. മിക്ക വാഹനങ്ങളും അദ്ദേഹം അതിൻ്റെതായ തനിമയോടുകൂടി നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതുപോലത്തെ വാഹനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും മോഡലാണെങ്കിൽ ആ ഫോട്ടോ മൂപ്പരെടുത്ത് കൊടുത്താൽ മൂപ്പര് അതുപോലെ നിങ്ങൾക്കത് നിർമ്മിച്ചു തരുന്നതാണ്. അപ്പോൾ മൂപ്പര് സ്വന്തമായിട്ട് വീട്ടിൽ വെച്ച് ഇങ്ങനെ പാർട്ട് ടൈം സമയങ്ങളിൽ നിർമ്മിക്കുന്ന ഈ കലയെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. അപ്പോൾ മൂപ്പരുണ്ടാക്കി ഇങ്ങനെ വെച്ച് ഇടയ്ക്കാരെങ്കിലൊക്കെ ഒന്നോ രണ്ടെണ്ണമൊക്കെ അറിയപ്പെടുന്നവർ കൊണ്ടുപോകും. അപ്പം മൂപ്പരെ പുറത്താരും അറിയപ്പെടാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മളെ ഈ ചാനലിലൂടെ നമ്മളിത് പുറത്ത് അറിയിക്കണം എന്നാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇയാളെ നമ്മളെ വീഡിയോയിലൂടെ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നിങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ വാഹനങ്ങൾ സ്വന്തമാക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് താല്പര്യമുള്ളതിന് അനുസരിച്ചുള്ള വാഹനങ്ങൾ ഉള്ളത് വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റത് ഒന്നിന് ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ വളരെ തുച്ഛമായ വിലക്കാണ് അയാൾ അധ്വാനത്തിൻ്റെ അത്രയും വിലയൊന്നും അതിന് വാങ്ങണില്ല. വളരെ തുച്ഛമായ വില അതിന് വാങ്ങണുള്ളൂ. അപ്പോൾ മൂപ്പരൊരു കഴിവ് അത് പുറത്ത് കാണിക്കുക എന്നുള്ളതാണ് മൂപ്പരെ മെയിൻ ഒരു ഉദ്ദേശം. അല്ലാതെ അതിൻ്റെ ലാഭം അതൊരു ബിസിനസ് എന്നൊന്നല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേണ്ടത്ര ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ.